അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് അൽഹംദുലില്ലാഹ് ഞാനിങ്ങനെ പോവുക. അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ടിങ്ങനെ പോവുക. പിന്നെ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ നമ്മൾ ദുനിയാവിൽ ജീവിക്കേണ്ടിട്ടുള്ള ഒരുപാട് ക്ഷമകളുണ്ട്. കാരണം എന്നെക്കാളെല്ലാം കൂടുതൽ നിങ്ങൾക്ക് ക്ഷമയുള്ള ആൾക്കാരാണ്. പക്ഷെങ്കിൽ പിന്നെ എല്ലാവരും ഒരാളെ കൊണ്ട് ചേർന്ന് നമ്മൾ പറയണം. കാരണം അവരറിയാതെ ഒന്നും നമ്മൾ പറയാം, അവർക്ക് പൊരുത്തമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. കാരണം എല്ലാ തെറ്റുകുറ്റങ്ങളും അറിയുന്നവനാരാണ്? റബ്ബാണ്. ആ റബ്ബിനെ അറിയാൻ പറ്റും, വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആ ഒരാളെ കൊണ്ട് വേണ്ടാതിനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് അള്ളാഹു ദുനിയാവെന്നും ആഖിറത്തുന്നും തീർപ്പിക്കും. കാരണം നമ്മൾ വ്യഭിചരിച്ചതിനേക്കാളും വലിയ കുറ്റം, എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പൊറുക്കും. പക്ഷെങ്കിൽ ഇത് പുറത്ത് തരില്ല. കാരണം നമ്മൾ ഹജ്ജിനെല്ലാം പോകുമ്പോൾ നമ്മൾ പൊരുത്തപ്പെടിക്കുന്നു, അവർ നമുക്ക് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ട് തരണ്ടേ അല്ലേ? അള്ളാഹു എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ അള്ളാഹു ഇവിടെ ജീവിച്ചിരിക്കുന്നത് വൃത്തിയായൊരു മനസ്സും വെച്ച് ജീവിക്കണം. അല്ലാതെ നമ്മുടെ മനസ്സിൽ ഒരു കളങ്കം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ വൃത്തിയിലല്ല ജനിപ്പിച്ചത്, അതേപോലെ നമ്മളെ അള്ളാഹു വൃത്തിയിൽ തന്നെ പോകാൻ നമ്മളെ എത്തിക്കട്ടെ. നമ്മളെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം. ഒന്നും പാടില്ല, അസൂയോ വിപത്തോ ആരോടും പാടില്ല. കാരണം ഒരാൾക്ക് നല്ലതിനായാലും വിടക്കതിനായാലും അവർക്ക് പൊരുത്തമില്ലാത്ത ഒരു വാക്കും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളെ നാവിനെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം, നമ്മളെ മനസ്സ് നമ്മൾ ക്ലിയറാക്കുക. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ നിങ്ങളൊക്കെ എന്നെ സഹകരിക്കണം, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ ഫുള്ള് കാണണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. മുത്തുമണികളെ ആമീൻ ആമീൻ റഹ്മത്തുള്ളാഹി വബറകാതുഹു.